ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ്റെ പാറ്റേണും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പരിചയപ്പെടുത്തുന്ന മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഒപ്പം തന്നെ ഈ വർഷം ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികൾക്കും വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കും? ഇൻറ്റേർണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും തമ്മിൽ കൂട്ടിയാണോ നമുക്ക് മിനിമം മാർക്ക് കിട്ടി ജയിക്കാൻ സാധിക്കുക, അതോ സെപ്പറേറ്റ് മിനിമം നമുക്ക് റിട്ടേൺ എക്സാമിന് വേണമോ? കൂടാതെ എങ്ങനെയാണത് നമ്മുടെ മാർക്ക് ഗ്രേഡ് ആക്കുക, അല്ലെങ്കിൽ മാർക്കിലും ഗ്രേഡും എങ്ങനെയാണ് നമുക്കത് നമ്മുടെ ക്ലാസ് തിരിച്ചറിയാൻ പറ്റുക? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ഏതെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, ഒപ്പം തന്നെ ഓവറോൾ സീലിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം നമുക്ക് ഈ ഒരു പരീക്ഷാ സമ്പ്രദായത്തിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും, കൂടാതെ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ, എത്ര മാർക്ക് കിട്ടിയാലാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആവുക അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആവുക, ഇനി ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ എത്ര മാർക്ക് ലഭിക്കണം തുടങ്ങിയ പല കാര്യങ്ങളിലും കുട്ടികൾക്ക് വളരെയേറെ ആശങ്കയുണ്ട്. അപ്പോൾ ആശങ്കകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസ് ഫോർ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം, നമ്മുടെ ഡിഗ്രി എല്ലാം സെമസ്റ്റർ സിസ്റ്റത്തിലാണ് നമുക്കറിയാം. അപ്പോൾ അതിനുവേണ്ടി 2019 മുതൽ നമുക്ക് നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള പുതിയ പരീക്ഷാ സമ്പ്രദായവും അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഭാവിയിലും നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി എക്സാമിന് മിനിമം പാസ്സാകുന്നതിന് എത്ര മാർക്ക് വേണമെന്നുള്ളതാണ്. അതെല്ലാ കുട്ടികളും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. ആൻ അഗ്രിഗേറ്റ് ഓഫ് പി ഗ്രേഡ്, നമുക്ക് ഒരു പി ഗ്രേഡാണ് ഒരു എക്സാമിന്, ഒരു സബ്ജക്റ്റിലെ എക്സാമിന് നമുക്ക് പാസ്സാകുന്നതിന് വേണ്ടി മിനിമം പി ഗ്രേഡെങ്കിലും ലഭിക്കണം. ആഫ്റ്റർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പുട്ട് ടുഗദർ, അത് എക്സ്റ്റേണൽ മാർക്കും ഇൻറ്റേർണൽ മാർക്കോടെയും കൂട്ടിയതിന് ശേഷം നമുക്ക് പി ഗ്രേഡ് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ പി ഗ്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഇവിടെ നോക്കുക, 35 ടു ബിലോ 45, അതായത് 35 തൊട്ട് 45 മാർക്ക് വരെയാണ് പി ഗ്രേഡിൽ ഉൾപ്പെടുത്തുക. അതിന് തേർഡ് ക്ലാസ് എന്നാണ് പറയുക. നമുക്ക് അതിൻ്റെ ക്ലാസ്സും മാർക്കിൻ്റെ ഡിവിഷൻസും നമ്മൾ ക്ലാസ്സിൻ്റെ അവസാനം കാണുന്നതാണ്. അപ്പോൾ ഇവിടെ പി ഗ്രേഡെങ്കിലും ലഭിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം 35, അതായത് 100ൽ 35 മാർക്കെങ്കിലും ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. അത് എക്സ്റ്റേണൽ മാർക്കും ഇൻറ്റേർണൽ മാർക്കോടെ ഒരുമിച്ച് നമുക്ക് 35 മാർക്ക് ലഭിച്ചാൽ മതി. ഇഫ് റിക്വയർഡ് ഇൻ ഈച്ച് കോഴ്സ് ഫോർ എ പാസ് ആൻഡ് ഓൾസോ ഫോർ അവാർഡിങ് എ ഡിഗ്രി, അപ്പോൾ ഒരു സബ്ജക്റ്റ് പാസ്സാകുന്നതിന് വേണ്ടിയും അവസാനം നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് അവാർഡ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയും എല്ലാ സബ്ജക്റ്റുകൾക്കും ഇതുപോലുള്ള ഒരു പി ഗ്രേഡ് അല്ലെങ്കിൽ മിനിമം 35 മാർക്കെങ്കിലും, 100ലാണെങ്കിൽ 35 മാർക്കെങ്കിലും അല്ലെങ്കിൽ 35% മാർക്കെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കണം. ഇനി നമുക്ക് നോക്കാം, എ മിനിമം ഓഫ് 20% മാർക്ക് ഇൻ എക്സ്റ്റേണൽ ഇവാലുവേഷൻ. അപ്പോൾ ഇവിടെ 35% അല്ലെങ്കിൽ 35 മാർക്ക് 100ൽ നമുക്ക് ലഭിക്കണമെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട്. എ മിനിമം ഓഫ് 20% മാർക്ക് ഇൻ എക്സ്റ്റേണൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇവാലുവേഷനിൽ, നമ്മുടെ റിട്ടേൺ എക്സാമിനിൽ നമുക്ക് 20% മാർക്കെങ്കിലും ഈസ് നീഡഡ് ഫോർ പാസ് ഇൻ എ കോഴ്സ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് പാസ്സാകണമെങ്കിൽ അവിടെ റിട്ടേൺ എക്സാമിന് 20% മിനിമം നമുക്ക് മാർക്ക് ലഭിച്ചിരിക്കണം. ബട്ട് നോ സെപ്പറേറ്റ് പാസ് മിനിമം ഈസ് നീഡഡ് ഫോർ ഇൻറ്റേർണൽ ഇവാലുവേഷൻ. പക്ഷേ ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 20ലാണെങ്കിൽ 100 മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 20 മാർക്ക് ഇൻറ്റേർണലും 80 മാർക്ക് എക്സ്റ്റേണലും ആയിരിക്കും അല്ലേ. അപ്പോൾ 80 മാർക്ക് എക്സ്റ്റേണലിൽ 20% എങ്കിലും നമുക്ക് മിനിമം റിട്ടേൺ എക്സാം ലഭിച്ചിരിക്കണം. പക്ഷേ അങ്ങനെ ഒരു മിനിമം മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ കാര്യത്തിൽ പറയുന്നില്ല. മിനിമം എത്ര വേണമെങ്കിലും ഇൻറ്റേർണൽ മാർക്ക് കിട്ടിയാൽ മതി, പക്ഷേ എക്സ്റ്റേണൽ എക്സാമിനേഷന് 20% മാർക്ക് ലഭിച്ചിരിക്കണം. നോക്കുക, എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് 80 മാർക്സ്, അതായത് 80 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ റിട്ടേൺ എക്സാമിന് 80 മാർക്ക് ആണെങ്കിൽ മിനിമം മാർക്ക് ടു ബി ഒബ്റ്റൈൻഡ് ഇൻ റിട്ടേൺ എക്സാം, ഇവിടെ 80 മാർക്ക് എന്ന് പറയുമ്പോൾ അതിന് 20% അല്ലേ, 80യുടെ 20% 16 മാർക്സ് എങ്കിലും നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ പരീക്ഷ പാസ്സാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ 16 മാർക്ക് നമുക്ക് ലഭിക്കുകയും ബാക്കിയുള്ള 35 മാർക്ക് ആകാൻ വേണ്ടി എത്ര മാർക്കാണോ നമുക്ക് ലഭിക്കേണ്ടത് അത് ഇൻറ്റേർണൽ മാർക്ക് കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പാസ്സാവുകയും ചെയ്യും അല്ലേ. ഇപ്പോൾ ഇവിടെ 16 മാർക്ക് ആകുമ്പോൾ 35ൽ നിന്ന് 16 പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള എത്ര മാർക്കാണ് നമുക്ക് ലഭിക്കേണ്ടത്? അതായത് 19 മാർക്ക് കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ 16ഉം 19ഉം
35 മാർക്ക് ലഭിച്ച് നമുക്ക് പാസ്സാകാം. അപ്പോൾ 16 മാർക്ക് നമുക്ക് മിനിമം ലഭിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ കൂടെ 19 മാർക്ക് കൂടെ കിട്ടിയിട്ട് നമ്മൾ ജയിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്ക് എഴുതി മാർക്ക് 15 മാർക്കേ ഉള്ളെങ്കിൽ നമ്മൾ 35 മാർക്ക് ടോട്ടൽ ആയെങ്കിൽ പോലും നമ്മൾ ആ ഒരു എക്സാമിന് തോറ്റുപോയതായിട്ട് കണക്കാക്കും. കാരണം എന്താണ്, മിനിമം നമുക്ക് 20% ആയിട്ടുള്ള ഈ 16 മാർക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല, 15 മാർക്ക് റിട്ടേൺ എക്സാമിന് ലഭിച്ചുള്ളൂ. അതാണ് കാരണം അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് 60 മാർക്ക്, ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിനും മറ്റും നമുക്ക് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അവിടെ നമുക്ക് 60 മാർക്ക് റിട്ടേൺ എക്സാമിനും 15 മാർക്ക് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മാർക്കുമാണ്. അപ്പോൾ ഇവിടെ 60 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിന് നമുക്ക് അതിൻ്റെ 20% ആയിട്ടുള്ള 12 മാർക്സെങ്കിലും മിനിമം നമുക്ക് ലഭിച്ചിരിക്കണം. ആ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് 1, അതായത് 80ഉം 20ഉമായിട്ട് 80 മാർക്ക് റിട്ടേൺ എക്സാമും 20 മാർക്ക് നമുക്ക് ഇൻറ്റേർണൽ എക്സാമിനേഷനുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ സ്കീം ഓഫ് എക്സാമിനേഷൻ ഇത് എക്സ്റ്റേണൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് 80 മാർക്സ് ആൻഡ് ഇൻറ്റേർണൽ എക്സാമിനേഷൻ ഓഫ് 20 മാർക്സ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. 80 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമും 20 മാർക്കിൻ്റെ ഇൻറ്റേർണലും, ടോട്ടൽ 100 മാർക്കിൻ്റെ സബ്ജക്റ്റിന് മാർക്ക്. ഡ്യൂറേഷൻ ഓഫ് ഈച്ച് എക്സ്റ്റേണൽ എക്സാമിനേഷൻ, ഇവിടെ 80 മാർക്കിൻ്റെ ഈ റിട്ടേൺ ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് 2.5 അവേഴ്സ് അല്ലെങ്കിൽ 2.5 മണിക്കൂറായിരിക്കും നമുക്ക് സമയം എഴുതാൻ ലഭിക്കുക. ദ പാറ്റേൺ ഓഫ് എക്സ്റ്റേണൽ എക്സാമിനേഷൻ, ഇത് എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ സ്റ്റുഡൻസ് ക്യാൻ ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ഇൻ സെക്ഷൻ എ ആൻഡ് ബി. ഇപ്പോൾ ഇവിടെ സെക്ഷൻ എ ആൻഡ് ബിയിൽ സ്റ്റുഡൻസ് എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ആൻസർ ചെയ്യാവുന്നതാണ്. നോക്കുക, ബട്ട് ദർ ഷാൽ ബി സീലിംഗ് ഇൻ ഈച്ച് സെക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു അപ്പർ സീലിംഗ് ഉണ്ടായിരിക്കും, ഒരു മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരിക്കും. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. സെക്ഷൻ എ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്യാരീസ് 2 മാർക്സ് ഈച്ച്, 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് 2 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവുകയില്ല പുതിയ സ്കീം പ്രകാരം. ഫില്ലപ്പ് ഇൻ ദ ബ്ലാങ്ക്സ്, ഒപ്പം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്തരം മാർഗ്ഗങ്ങളൊന്നും നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകിച്ച് റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ക്വസ്റ്റ്യൻസ് 20 മാർക്കിൻ്റെ, അതായത് റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് 20 മാർക്ക് ഇൻറ്റേർണൽ ലഭിക്കുമ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും സെക്ഷൻ എയിൽ ആദ്യം വരുന്നത് എങ്ങനെയാണ്, ഇവിടെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്കിൻ്റെയാണ്. പക്ഷേ 15 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, അതിൽ തടസ്സമില്ല. 15 × 2 മാർക്ക് 30 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കില്ല. പരമാവധി എത്ര മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, ഇവിടെ ഒരു സീലിംഗ് എന്ന് പറയുന്നത് 25 മാർക്കാണ്. അപ്പോൾ ഇവിടെയുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പകുതി അറിയാവുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉൾപ്പെടെ നമുക്ക് പരമാവധി എഴുതി വയ്ക്കാം. അപ്പോൾ എല്ലാത്തിനും നമുക്ക് കുറച്ച് മാർക്ക് കിട്ടിയാൽ നമുക്ക് ഈ പരമാവധി മാർക്കായിട്ടുള്ള 25ലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാം, എല്ലാം വാല്യൂ ചെയ്യും, അപ്പോൾ അതിൽ കിട്ടുന്ന എല്ലാ മാർക്കും പരിഗണിക്കും. അപ്പോൾ പരമാവധി 25 മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സെക്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ പാരഗ്രാഫ് അല്ലെങ്കിൽ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കാണ് ഒരു ആൻസറിന് മാർക്ക് വരിക. അതുപോലത്തെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 8 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സെക്ഷൻ എയിലും ബിയിലും എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ 8 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. 5 മാർക്ക് വെച്ചായിരിക്കും ഒരു ക്വസ്റ്റ്യൻസ് കിട്ടുക. അപ്പോൾ 5 × 8 നിങ്ങൾക്ക് 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല, പകരം നിങ്ങൾക്ക് 35 മാർക്ക് എന്ന് പറയുന്ന ഒരു സീലിംഗ് ഇവിടെയും ഉണ്ട്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെയാണ്, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം, എല്ലാത്തിനും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാത്തിനും കൂടി 35 മാർക്ക് സ്കോർ ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള രീതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ കാര്യം നമുക്ക് നോക്കാം. ഇനി സെക്ഷൻ സിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സീലിംഗ് ഉണ്ടായിരിക്കില്ല. അതായത് എഫ് എ ടൈപ്പ് ക്യാരീസ് 10 മാർക്സ്. ഇവിടെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. 10 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസിന് 10 മാർക്ക് വെച്ച് 20 മാർക്കാണ് ഇവിടെ കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാവുന്നതാണ്, ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷേ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്പർ സീലിംഗ് അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും മാർക്ക് കിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കണം. ഈ സെക്ഷൻ എയും ബിയിലും കണ്ടതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയില്ല. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതുന്ന 2 ക്വസ്റ്റ്യൻസ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ സമയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യത്തിലേക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും അറിയാവുന്ന എളുപ്പമുള്ള 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് അത് ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ ആവറേജ് അറിയത്തുള്ളെങ്കിൽ നിങ്ങൾക്ക് എല്ലാം എഴുതി വയ്ക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതി വയ്ക്കുന്നതിന് തടസ്സമില്ല. അതിലേറ്റവും ഹയസ്റ്റ് സ്കോർ വരുന്ന 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം പരിഗണിച്ചുകൊണ്ട്
20-ൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കും. ഇതാണ് 80 മാർക്കിൻ്റെ റിട്ടേൺ എക്സാം വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഇനി നമുക്ക് ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിൻ്റെ 60 മാർക്കിൻ്റെ പാറ്റേൺ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുകൂടെ നോക്കാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് 2ലേക്ക് വരുമ്പോൾ സ്കീം ഓഫ് എക്സാമിനേഷൻ എക്സ്റ്റേണൽ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് 60 മാർക്ക്, ഇൻറ്റേർണൽ 15 മാർക്കാണ് അല്ലേ, മൊത്തം 75-ലാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇവിടെ സമയം 2 മണിക്കൂറായിട്ട് കുറയുന്നുണ്ട്, കാരണം 60 മാർക്കിൻ്റെ റിട്ടേൺ എക്സാം ഉള്ളൂ അല്ലേ. പാറ്റേൺ ഓഫ് എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഇസ് ഗിവൺ ബിലോ. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ സെക്ഷൻ എയും ബിയിലും എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെയും ആൻസർ ചെയ്യാം. ബട്ട് ദർ ഷാൽ ബി സീലിംഗ് ഇൻ ഈച്ച് സെക്ഷൻ. ഈ 2 സെക്ഷനിലും ഒരു സീലിംഗ് ഉണ്ടായിരിക്കും. സെക്ഷൻ എയിലേക്ക് വരികയാണെങ്കിൽ 2 മാർക്കിൻ്റെ 12 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ടൈപ്പ് 1-ൽ 15 ക്വസ്റ്റ്യൻ ഉള്ളിടത്ത് ഇവിടെ എത്രയാണ്, 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ പരമാവധി മാർക്കായിട്ടുള്ള 20 മാർക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. 12 × 2 24 മാർക്ക് ലഭിക്കില്ല. പക്ഷേ എല്ലാം നമുക്കിവിടെ ആൻസർ ചെയ്യാം. സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് പരമാവധി ഇവിടെ സീലിംഗ് കൊണ്ട് 30 മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ എഫ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ തരും, അതിൽ ഒരെണ്ണം നമുക്ക് ആൻസർ ചെയ്യാം. 10 മാർക്കിൻ്റെ ആയിരിക്കും. അങ്ങനെ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യന് 10 മാർക്ക്. അപ്പോൾ 10ഉം 30ഉം 40, 40ഉം 20ഉം നമുക്ക് 60 മാർക്കിൻ്റെ അല്ലേ. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരിക. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന നമുക്ക് അവസാനം മാർക്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അതിൽ വരുന്ന ഗ്രേഡും മാർക്കുകളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 10 പോയിന്റ് സ്കെയിൽ, അത് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം 10 പോയിന്റ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഈച്ച് കോഴ്സ് ഈസ് ഇവാലുവേറ്റഡ് ബൈ അസൈനിങ് മാർക്സ് വിത്ത് ലെറ്റർ ഗ്രേഡ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കും ഉണ്ടാവും, ഒപ്പം തന്നെ മാർക്കിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഗ്രേഡുകളും ഉണ്ടാവും. അവിടെ ലെറ്റർ ഗ്രേഡിൽ ഒ എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രേഡ് വന്നിട്ടുണ്ട്. A+ ഉണ്ടാവും, A ഉണ്ടാവും, B+ ഉണ്ടാവും, BS, C, PA, പിന്നെ ഫെയിൽഡിനെ സൂചിപ്പിക്കുന്ന F, ഇവിടെ ഇൻകംപ്ലീറ്റ് സൂചിപ്പിക്കുന്ന I, ആബ്സെൻറ്റ് സൂചിപ്പിക്കുന്ന AB. അത്തരത്തിലുള്ള ലെറ്റർ ഗ്രേഡുകളും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ കണ്ടേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും Oയും A+ഉം Aയും B+ഉം അങ്ങനെ ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്രേഡുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിലെ ലെറ്റർ മാർക്കുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 10 പോയിന്റ് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നോക്കുക. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പുട്ട് ടുഗദർ, ഇൻറ്റേർണലും എക്സ്റ്റേണലും ഒരുമിച്ചുള്ള മാർക്കായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 95 മാർക്കോ 100-ൽ 95 അതിൽ കൂടുതലോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. O എന്ന് പറയുന്ന ഗ്രേഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, ഏറ്റവും നല്ല ഗ്രേഡാണ്. അപ്പോൾ ഇവിടെ ഗ്രേഡ് പോയിന്റ് ആവറേജ് 10 ആയിട്ടും റേഞ്ച് ഓഫ് ഗ്രേഡ് പോയിന്റ് 9.5 to 10 വരെ ആയിട്ടും എടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആയിരിക്കും. ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ തന്നെ നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, O ഉണ്ടെങ്കിൽ അത് ഒരു സബ്ജക്റ്റ് O ഉണ്ടെങ്കിൽ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും അല്ലേ. ഇനി 85 മുതൽ 95 വരെയാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ അത് 95-ന് തൊട്ട് താഴെ വരെയാണെങ്കിൽ ബിലോ 25 എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് ആയിരിക്കും വരിക, അത് എക്സലൻ്റ് ആണ് അല്ലേ, അതും ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ്. ഇനി 75 to below 85 ആണെങ്കിൽ അത് A ആണ്, വെരി ഗുഡ് ആണ്. അവിടെ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ തന്നെയാണ് നിൽക്കുക. അടുത്തത് നിങ്ങൾക്ക് 65 മുതൽ 75 താഴെ വരെയാണ് മാർക്ക് ലഭിക്കുന്നതെങ്കിൽ അത് B+ ഗ്രേഡ് ആയിരിക്കും, അത് ഗുഡ് എന്ന് പറയുന്ന ഇൻ്റർപ്രിട്ടേഷനിലാണ്. ഒപ്പം തന്നെ നിങ്ങളവിടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മാറുന്നു അല്ലേ. ഇവിടെ മുതലാണ് ഫസ്റ്റ് ക്ലാസ് ആരംഭിക്കുക. നിങ്ങൾക്ക് 55 മുതൽ 65 വരെയാണെങ്കിൽ B എന്ന് പറയുന്ന ഗ്രേഡ് ആയിരിക്കും, അവിടെ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് തന്നെയായിരിക്കും അവിടെയും വരിക അല്ലേ. അടുത്തത് 45 to below 55 ആണെങ്കിൽ അവിടെ C എന്ന് പറയുന്നതായിരിക്കും, സെക്കൻഡ് ക്ലാസ് ആയിരിക്കും വരിക അവിടെ. ഇനി 35 to 45 നമ്മൾ ആദ്യം കണ്ട P ഗ്രേഡ് ഇവിടെയാണ് വരിക അല്ലേ. മിനിമം 35 എങ്കിലും വേണം, P ഗ്രേഡ് എങ്കിലും വേണം നമുക്ക് മാർക്ക് ജയിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ തേർഡ് ക്ലാസ്സിലായിരിക്കും ജയിക്കുക. ഇനി 35 താഴെയാണെങ്കിൽ അത് ഫെയിലർ ആയിരിക്കും അല്ലേ. 30, 32 ആ ലെവലൊക്കെയാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ അതിൽ 34 ആണെങ്കിൽ ഫെയിലർ ആയിരിക്കും അവിടെ സംഭവിക്കുക. ഇൻകംപ്ലീറ്റ് കോഴ്സ് ഇൻകംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഫെയിൽ ആയിരിക്കും, ഇൻകംപ്ലീറ്റ് എന്നുള്ളത് വരും. ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഫെയിൽ ഉണ്ടാവും. അത് മിനിമം നമുക്ക് പരീക്ഷകളൊന്നും എഴുതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എക്സാം എഴുതാത്ത എക്സാമുകളിലൊക്കെ നമുക്കിവിടെ ആബ്സെൻ്റ് എന്നുള്ളത് അവിടെ കാണിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രേഡിനെ കുറിച്ച് അറിയുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻറ്റേർണൽ മാർക്കും അതിൻ്റെ ഡിവിഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി വേറെ ദിവസം കാണാം.